നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര എന്താ പറയണ്ടേ ഡിസ്കാർഡ് ചെയ്ത് കാര്യങ്ങൾ മാറ്റി നിർത്തി സംസാരിച്ചാലും ഒരു കാര്യം പിന്നെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു സോഷ്യൽ സെറ്റപ്പിൽ നടക്കുന്ന ഒരു സിനിമയ്ക്ക് ഇത് എന്തുമാത്രം ഇതിന് ഈ നാട്ടിൽ അല്ലെങ്കിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന നാട്ടിൽ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതിനെ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. ഇത് ഒരു ലോകത്തെങ്ങും ഇല്ലാത്ത ചില ഫാൻറ്റസി സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കുക, അതിൻ്റെ അകത്തുനിന്ന് ഒരു കഥ ഉണ്ടാക്കുക, ഒരു ബന്ധമില്ലാത്ത നമ്മുടെ വേഷം മുതലുള്ള കാര്യങ്ങളുടെ കാര്യമാണ്. നമ്മളിപ്പം കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്ന സിനിമകൾ മാത്രമല്ല, എല്ലാത്തിലും ഉണ്ട് അങ്ങനെയുള്ള ചില പ്രത്യേക വിചിത്രമായ സ്ഥലങ്ങൾ, ചില വിചിത്രമായ രീതികൾ, തോക്കും പിടിച്ചുകൊണ്ട് ഫോട്ടോ ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എനിക്ക് അങ്ങനത്തെ സിനിമകളോട് യാതൊരു ബഹുമാനമില്ല. അതെത്ര ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അങ്ങനെയാണ് ഇവരിൻ്റെ സെറ്റപ്പ് മാറ്റേണ്ടത്. ഇവർ ലോകത്തിൽ ഇങ്ങനെ നടക്കുന്ന മെക്സിക്കോയിലോ അവിടെ ഇവിടെയൊക്കെ കാണുമായിരിക്കും ഇങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ടാകും. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി എടുക്കട്ടെ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന വയലൻസ് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എത്രയോ നിഷ്ഠുരമായ വയലൻസ് നടക്കുന്ന സ്ഥലമാണ്. ആ വയലൻസ് ഇവർ ചെയ്യട്ടെ, വയലൻസിനോട് താല്പര്യമില്ല. പക്ഷെ അതിന് പകരം വേറെ എവിടെയോ നടക്കാൻ, ആഫ്രിക്കയുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ എന്താ പറയണ്ടേ പ്രദേശമോ സ്വഭാവമോ ഒന്നുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പോരാ. അല്ല, അവാർഡ് കിട്ടുമ്പോൾ നമുക്ക് ആ സമയത്ത് 1-2 ദിവസമൊക്കെ സന്തോഷമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞാൽ അതൊരു ഉത്തരവാദിത്തമല്ല. ഇനിയിപ്പം വീണ്ടും കിട്ടണമെന്നത് ആഗ്രഹം ഉണ്ടാക്കുന്നൊരു കാര്യമല്ല. ഒന്നാമത് ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടറിയാം എനിക്ക് കുറേ കാലത്ത് കിട്ടാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അവാർഡ് കിട്ടുമ്പം പത്രക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാം, ഇത് എനിക്ക് ഉത്തരവാദിത്വം കൂടുതൽ തരുന്നു, കൂടുതൽ നന്നായി ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ അത് അവാർഡ് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനപ്പുറമൊന്നുമില്ല അതിൽ. അല്ല, കാരണം ഇപ്പം നമുക്ക് ഈ പ്രത്യേകിച്ച് ടെലിവിഷൻ കമ്പനീസ് കൊടുക്കുന്ന അവാർഡുകളിൽ അത് ഈ പറഞ്ഞ പോലെ എനിക്കും കിട്ടിയിട്ടുള്ളതാണ്. ഞാനത് നിരസിക്കാനൊന്നും പോയിട്ടുള്ള ആളല്ല. അങ്ങനെയുള്ള അവാർഡുകൾ ഒരു ഉത്സവമാണ്, അതൊരു കൊമേഴ്ഷ്യൽ ഫെസ്റ്റിവൽ എന്നുള്ളൊരു രീതിയിൽ വലിയ ആക്ടേഴ്സിനെ വിളിക്കുന്നു, ഓഡിയൻസിന് വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുന്ന ഒരു ഗെറ്റ് ടുഗദറാണത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അത് അവാർഡ് കിട്ടുന്നയാളുടെ ക്വാളിറ്റി എന്നുള്ളത് കൂടുതൽ അവാർഡ് കിട്ടുന്നയാളുടെ പ്രസൻസാണ് അവിടെ ആവശ്യം. അത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള അവാർഡുകൾ നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. പണ്ടുണ്ട് ഫിലിം ഫെയർ അവാർഡൊക്കെ ഉണ്ടല്ലോ പണ്ട്. അപ്പം അതുപോലെയുള്ളൊരു കാര്യമാണ് ഇതൊക്കെ. പിന്നെ അല്ലാതെ ഇതിനൊക്കെ പണ്ടങ്ങനെ അവാർഡിന് പ്രത്യേകിച്ച് പണ്ടെന്ന് പറഞ്ഞാൽ പത്രത്തിലൊക്കെ ഇങ്ങനെ വലുതായിട്ട് വരും, ടെലിവിഷനൊന്നും ഇല്ല, അങ്ങനെയൊക്കെയുള്ളൊരു ഇതേ ഉള്ളൂ. അതിൻ്റെ അത് ക്യാരി ചെയ്യുന്ന ഒരു രീതിക്ക് ഉണ്ടായിട്ടുള്ള വ്യത്യാസം, അത്രേ ഉള്ളൂ. ഇപ്പം പണ്ടത്തെ അവാർഡ് ഇപ്പോഴത്തെ അവാർഡും തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഛായാഗ്രാഹകൻ ഈ ലൈനിൽ 2ാമത് 3ാമത് വരുന്ന ആളാണ് ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ, ആക്ടേഴ്സിനെ മാറ്റി നിർത്തിയാൽ. അതുമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലും താഴെയാവുന്ന ആളാണ് ഞാൻ. അപ്പം ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ സിനിമയ്ക്ക് ഓരോ രീതിയുണ്ട്. അപ്പോൾ ഓരോ സിനിമയുടെ അതിൻ്റെ ടോൺ മാത്രമല്ല, അത് ഷൂട്ട് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അത് ഷോട്ട് എടുക്കുന്ന രീതി, അത് നമ്മൾ ഷോട്ട് എടുക്കുന്ന ആംഗിൾസ്, ഇതൊക്കെ ഒരുപാട് വ്യത്യസ്തമായിരിക്കും, വ്യത്യസ്തമാകണം ഓരോ തീം അനുസരിച്ച് ഓരോ സിനിമയ്ക്കും. അപ്പോൾ അത് പകുതി ഡയറക്ടറുടെ ജോലിയും പകുതി ക്യാമറമാൻ്റെ ജോലിയാണ്. ഇപ്പം ഡയറക്ടർക്ക് ഇങ്ങനെ വേണം, ഇതാണ് എൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് ക്യാമറമാൻ ആ ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അത് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ രീതി ഇതാണെന്നൊരു ക്യാമറമാൻ ഒരു സിനിമയെ പറയുന്നത് ഇതിൻ്റെ അകത്ത് വലിയ അർത്ഥമില്ല. അപ്പം എല്ലാ സിനിമയും ഒരുപോലെ എൻ്റെ ടോൺ ഇതാണെന്ന് പറയുന്നത് വളരെ ബാലിശ്യമായ ഒരു കാര്യമാണ്. അങ്ങനെ അതിൽ അർത്ഥമില്ല. അതൊരു ക്ലാസ് റൂം എക്സസൈസിൻ്റെ വലിയ ഉള്ളത് അതാണ്. അത് അങ്ങനെ പിന്നെ ഞാൻ തന്നെ ഇത് ഒന്നും ചെയ്തുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ മാറി നിന്ന് ഇതിനെ കാണാൻ പറ്റുന്നുമില്ല. ഒന്നാമത്, 2 എല്ലാം പ്രധാനമാണ്. കാരണം ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാനൊരുമാതിരി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് മറ്റേത് സാരമില്ല. ഇപ്പം പിന്നെ
മമ്മൂട്ടി ഒരു സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ പടം ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ക്യാമറ വർക്കിനെ പറ്റി അങ്ങനെ ഒരു വലിയൊരു കൺസേൺ ഞാൻ കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഡയറക്ഷൻ എന്നെ സംബന്ധിച്ചോളം അങ്ങനെയല്ല, ഇതെൻ്റെ വെറും രണ്ടാമത്തെ പടമാണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയതിലാണ് എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്. ഇപ്പോൾ ബിജിപാലാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ബിജിപാലും പറഞ്ഞ പോലെ രഞ്ജിത്തിൻ്റെ സജഷനാണ്. എനിക്ക് പിന്നെ ബിജിപാലുമായിട്ട് പേഴ്സണലായിട്ട് പരിചയമൊന്നുമില്ലായിരുന്നു. അപ്പം ഇപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ വെറുതെ എനിക്കിങ്ങനെ സംഗീതത്തിനെക്കുറിച്ച് പറയാനോ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമുള്ള വിവരമൊന്നും സംഗീതത്തെക്കുറിച്ച് നമ്മളില്ല. വല്ലപ്പോഴും നമ്മൾ പോലെ പാട്ട് കേൾക്കുമെന്ന് എല്ലാ കാര്യമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ മനസ്സിലൊരു ചെറിയൊരു ഐഡിയ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പം ഞാൻ വിജയുടെ അടുത്ത് പറഞ്ഞു, പിന്നെ ഇന്നലെ നമ്മുടെ DVD ഒക്കെ കൊടുത്തിട്ട് ഇതാണ് സംഭവം പറഞ്ഞു. പുള്ളി പടം കണ്ടിട്ട് നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് വരാമെങ്കിൽ നമുക്കൊന്ന് ഒരു ചെറിയൊരു PC ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോയി അവിടെ പുള്ളിയുടെ സ്റ്റുഡിയോയിൽ പോയി ഒരു ചെറിയായിരുന്നു ശകലം ഒരു മിനിറ്റുള്ളൊരു സീക്വൻസിന് പുള്ളിയൊരു മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമായി. പ്രത്യേകിച്ച് അതിൻ്റെ അത് യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻസ് ഒക്കെ ഏകദേശം ഞാൻ മനസ്സിൽ കണ്ടിരുന്ന പോലത്തെ ഒരു ഇതായിരുന്നു. ഞാനൊരു വെസ്റ്റേൺ ക്ലാസിക്കൽ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിജയുടെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെ തന്നെ ഈ ടോൺ തന്നെ ആയിരിക്കുമോ ഇനി അങ്ങോട്ട്, അതോ എങ്ങനെയാണ് എൻ്റെ ഒരു മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല ഞാനൊരു വെസ്റ്റേൺ ക്ലാസിക്കൽ രീതിയിൽ ചെയ്യാമെന്നൊക്കെ ചോദിച്ചു. എനിക്ക് വളരെ സന്തോഷമായി. ഇനിയിപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല, ഇനിയിപ്പോൾ നിങ്ങളൊക്കെ ചെയ്താൽ മതി എന്നുള്ളൊരു അത് വളരെ നന്നായിട്ട് അസലായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മ്യൂസിക്. ഇല്ല എനിക്കതിൻ്റെ ഈ പറഞ്ഞാൽ അതൊരു സിനിമയുടെ പിന്നെ ഭാവിയെ അല്ലെങ്കിൽ സിനിമയുടെ പിന്നെ ഇത് എന്താണ് പറയേണ്ടത്, പരാജയത്തിനെയോ വിജയത്തിനെയോ പരാജയത്തിനെയോ എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ബാധിക്കുന്നതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഒബ്സസീവായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ പലരും ഉണ്ട്. എനിക്ക് അവരെ പറ്റി കുറച്ച് എന്താ പറയണ്ടേ കൺസേൺ ഉണ്ട്. കാരണം ഇതില്ലാതെ ഒരു ദിവസം ജീവിക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥയിലോട്ട് മാറിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് പ്രത്യേകിച്ച് ഫേസ്ബുക്കും പിന്നെ ഇതിൽ കാര്യമില്ല. കാരണം ഇപ്പം ആളുകൾക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ ഇപ്പം ഒരു സിനിമ കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, പണ്ട് അതിന് അവർക്ക് പറയാനൊരു വോയിസ് ഇല്ല, അവരവിടെ പറയും. ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിൽ നമ്മളെ മോശമായിട്ട് ബാധിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. നന്നായിട്ട് വരുമ്പം നമ്മൾ പറയും കൊള്ളാമെന്ന് പറയും. അതല്ലാതെ അതിനെ അടച്ചതിനൊരു എന്താ പറയണ്ടേ നന്മയോ തിന്മയോ എന്ന് ഒരു പേര് കൊടുക്കാൻ പറ്റിയില്ല. ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ ശരിയാണ്, അങ്ങനെ തന്നെ സംഭവിച്ചാണ്. ഞാൻ വേറെ ഒന്നുമല്ല, എനിക്ക് ഇതിൻ്റെ ടൈറ്റിൽസിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഉറുമ്പിൻ്റെ ഷോട്ട് വേണമെന്നാണ് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഉറുമ്പിങ്ങനെ കൊണ്ടൊക്കെ പോകുന്നില്ലേ. അപ്പോൾ അതിന് ഞാൻ എൻ്റെ 1-2 അസിസ്റ്റൻസിനെ ഇങ്ങനെ വിട്ടെന്ന് എവിടെയെങ്കിലും ഉറുമ്പുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവെക്ക് എന്ന് പറഞ്ഞിട്ട് അവർ പോയി നോക്കി, ഒരാൾ വന്നിട്ട് എടുത്തെന്ന് പറഞ്ഞു ഉറുമ്പ് ഒരു പല്ലിയെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു പോയി നോക്കി പറഞ്ഞു. അത് 2 കാരണങ്ങളാണ്. ഒന്ന് ഈ പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ ഒരുപാട് ഫിലോസോഫിക്കൽ മീനിങ് ഒക്കെ നമുക്ക് കൊടുത്ത ആവശ്യമില്ലാതെ അതിനെ വൃത്തികേടാക്കാം. അതല്ലെങ്കിൽ ഒരു ക്യാച്ചി എന്താ പറയേണ്ട ഒരു വിഷ്വൽ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാനതിനെ കണ്ടിട്ടുള്ളൂ. കാരണം ഒരു ടീസറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു നമുക്ക് പെട്ടെന്ന് നമ്മൾ സാധാരണ എന്നും കാണുന്ന ഒരു വിഷ്വൽ അല്ലല്ലോ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ല പിന്നെ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആർക്കാ പാട്, ഏതൊക്കെ രീതി വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യരുത്.